ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊന്നായ പാലക്കാട്ടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് വിശദമായി ഇറങ്ങിച്ചെല്ലാം. പാലക്കാടൻ മണ്ണിൽ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകളാണ് കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ നടത്തുന്ന സജീവമായ ഇടപെടലുകൾ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ആവേശത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പാലക്കാട്ട് എത്തുന്നതോടെ പ്രചാരണ രംഗം കൂടുതൽ ചൂടുപിടിക്കും. എന്താണ് പാലക്കാട് യഥാർത്ഥ രാഷ്ട്രീയ ചിത്രമെന്നും ഏതൊക്കെ ഘടകങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ പാലക്കാട്ടെ BJPയുടെ വളർച്ചയുടെ ചരിത്രം നമ്മൾ നോക്കേണ്ടതുണ്ട്. 2016 മുതലാണ് പാലക്കാടിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം യഥാർത്ഥത്തിൽ മാറി തുടങ്ങിയത്. അന്ന് BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്തിറങ്ങിയപ്പോൾ മണ്ഡലത്തിൽ BJP വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. 40,000-ലധികം വോട്ടുകൾ നേടി അവർ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ CPMന്റെ NN കൃഷ്ണദാസിന് മൂന്നാം സ്ഥാനത്തേക്ക് മാറേണ്ടി വന്നു. പിന്നീട് 2021 മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ചപ്പോൾ വെറും 3,859 വോട്ടുകൾക്കാണ് BJPക്ക് വിജയം നഷ്ടമായത്. 50,000-ലധികം വോട്ടുകൾ E ശ്രീധരൻ അന്ന് നേടിയത് മണ്ഡലത്തിൽ BJPക്ക് വലിയ അടിത്തറയുണ്ടെന്നതിന്റെ തെളിവായിരുന്നു. എന്നാൽ അന്ന് ജയിച്ച ഷാഫി പറമ്പിൽ 2024 വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. എന്നാൽ UDF ക്യാമ്പിൽ ഇപ്പോൾ നടക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ പരീക്ഷണമല്ല, മറിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വലിയൊരു സിനിമാ നാടകമാണെന്ന് പറയേണ്ടി വരും. ഷാഫി പറമ്പിൽ പാലക്കാടിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ പകരം വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിന് നൽകിയത് വലിയൊരു നാണക്കേടായിരുന്നു. പീഡന പരാതിയിൽ കുടുങ്ങി MLA മാസങ്ങളോളം ഒളിവിൽ പോവുകയും ഒടുവിൽ ഹോട്ടലിൽ വെച്ച് പോലീസ് പിടിയിലാവുകയും ചെയ്തത് പാലക്കാട്ടെ വോട്ടർമാർ മറന്നിട്ടില്ല. രാഹുൽ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദറായ ഷാഫി പറമ്പിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. ഈ വിവാദങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി തപ്പാനാണ് ഇപ്പോൾ UDF പുതിയൊരു പരീക്ഷണം നടത്തിയിരിക്കുന്നത്. നടനായ രമേശ് പിഷാരടിയാണ് അവർ ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ഗൗരവകരമായ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ ഒരു സിനിമാക്കാരനെ കൊണ്ടുവന്നാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അത് പാലക്കാട്ടെ വോട്ടർമാരോടുള്ള വലിയ പരിഹാസം തന്നെയാണ്. വികസന മുരടിപ്പിനും വിവാദങ്ങൾക്കും മറുപടി പറയുന്നതിനു പകരം തമാശകൾ പറഞ്ഞ് വോട്ട് പിടിക്കാമെന്നത് UDFന്റെ വ്യാമോഹം മാത്രമാണ്. മറുഭാഗത്ത് CPMന്റെ അവസ്ഥയും ഒട്ടും ഭിന്നമല്ല. രാഷ്ട്രീയ പോരാട്ടത്തിന് പകരം ഹോട്ടൽ വ്യവസായിയായ NMR റസാക്കിനെയാണ് അവർ സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്നത്. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കോടീശ്വരന്മാരെ ഇറക്കി മണ്ഡലം പിടിക്കാമെന്ന ഇടതുപക്ഷത്തിന്റെ തന്ത്രം പാലക്കാട് വിലപ്പോകില്ല. വികസനത്തിനെതിരെയുള്ള UDF LDF അവിശുദ്ധ കൂട്ടുകെട്ട് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ MLA ആയിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം ഇന്നും കടലാസുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. ഇവിടെയാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ പ്രാധാന്യം. അഴിമതിക്കും വിവാദങ്ങൾക്കും ഇടമില്ലാത്ത വികസനത്തിന് മാത്രം മുൻതൂക്കം നൽകുന്ന ഭരണമാണ് BJP അവിടെ കാഴ്ചവെക്കുന്നത്. അമൃത് പദ്ധതിയിലൂടെ ലഭിച്ച 300 കോടിയിലധികം രൂപ കൃത്യമായി വിനിയോഗിച്ച നഗരത്തിന്റെ മുഖച്ഛായ തന്നെ BJP മാറ്റിമറിച്ചു. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ പൂർണ്ണ നിരീക്ഷണ നഗരസഭയായി പാലക്കാടിനെ മാറ്റിയത് BJPയുടെ ഭരണ മികവാണ്. കണ്ണാടി, പിരീരി, മത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഈ വികസന മാതൃകയാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തി കാണിക്കുന്നത്. 2016 ശോഭയുടെ വരവോടെ തുടങ്ങിയ BJPയുടെ കുതിപ്പ് 2021 E ശ്രീധരനിലൂടെ നേടിയ കരുത്ത് ഇത്തവണ വിജയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ളവരുടെ വഴിവിട്ട രാഷ്ട്രീയത്തിനും പിഷാരടിയെ പോലെയുള്ളവരുടെ സിനിമാ നാടകങ്ങൾക്കും അന്ത്യം കുറിക്കാൻ പാലക്കാട് ഒരുങ്ങിക്കഴിഞ്ഞു. മോദി ഇവിടെ എത്തുന്നതോടെ പാലക്കാടിന്റെ മണ്ണിൽ വികസനത്തിന്റെ ശോഭ സൂര്യനെ പോലെ തിളങ്ങും. മാറ്റത്തിന് വേണ്ടി, അന്തസ്സുള്ള രാഷ്ട്രീയത്തിന് വേണ്ടി പാലക്കാട് ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. പാലക്കാട്ടെ യുവാക്കളുടെ ഭാവി. വർഷങ്ങളായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും പാലക്കാട്ടെ വ്യവസായ മേഖലയിൽ ഇന്നും തകർച്ചയിലാണ്. വലിയ വ്യവസായ കേന്ദ്രങ്ങളെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താനോ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാനോ ഇവിടുത്തെ MLAമാർക്ക് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പോലും സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം കാരണം പാതി വഴിയിൽ തടസ്സപ്പെടുകയാണ്. ഷാഫി പറമ്പിൽ MLA ആയിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച IT പാർക്കും ടൂറിസം പദ്ധതികളും ഇന്നും കടലാസുകളിൽ മാത്രമായി ഒതുങ്ങുന്നത് ഇതിന്റെ തെളിവാണ്. പാലക്കാടിന്റെ രാഷ്ട്രീയ മണ്ണിൽ ശോഭാ സുരേന്ദ്രൻ എന്നത് വെറുമൊരു പേരല്ല, അതൊരു പോരാട്ടത്തിന്റെ അടയാളമാണ്. കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ
സ്ത്രീ ശക്തിയുടെ പ്രതീകമായി മാറിയ ശോഭ കടന്നു ചെല്ലുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം ഇരട്ടിപ്പിച്ച ചരിത്രമാണുള്ളത്. എതിരാളികളുടെ കണ്ണിലെ കരടായി അവർ മാറുന്നത് അവരുടെ നിലപാടുകളിലെ വ്യക്തത കൊണ്ടും അഴിമതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം കൊണ്ടുമാണ്. പാലക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുന്ന ശോഭയുടെ ശൈലി വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. പ്രസംഗവേദികളിൽ അഗ്നി പടർത്തുന്ന അവരുടെ വാക്കുകൾ കേൾക്കാൻ ആയിരങ്ങളാണ് ഇന്നും പാലക്കാട്ടെ തെരുവുകളിൽ കാത്തുനിൽക്കുന്നത്. രാഷ്ട്രീയത്തിലെ വിവാദങ്ങൾക്കും മറ്റും മറുപടി പറയുന്നതിനു പകരം ജനകീയ വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കാനാണ് അവർ എന്നും താല്പര്യം കാണിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിലിനെ പോലെയുള്ളവർ മണ്ഡലം ഉപേക്ഷിച്ചു പോയപ്പോഴും രാഹുൽ മാങ്കുട്ടത്തിലിനെ പോലെയുള്ളവർ വിവാദങ്ങളിൽ ഒളിവിൽ പോയപ്പോഴും പാലക്കാട്ടെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ശോഭ സുരേന്ദ്രൻ മുന്നിലുണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിന് മികച്ച ഉദാഹരണമാണ് അവരുടെ ഈ രാഷ്ട്രീയ ജീവിതം. ശോഭ സുരേന്ദ്രന്റെ നിശ്ചയദാർഢ്യവും നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടും ഒത്തുചേരുമ്പോൾ പാലക്കാടിന് ലഭിക്കാൻ പോകുന്നത് ഒരു പുതിയ വസന്തമായിരിക്കും. തളരാത്ത പോരാട്ട വീര്യവുമായി പാലക്കാട് പിടിക്കാൻ ശോഭ സുരേന്ദ്രൻ എത്തുമ്പോൾ അത് കേവലം ഒരു ജയമല്ല, മറിച്ച് പാലക്കാടിന്റെ അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടം തന്നെയാണ്. പീഡന കേസുകളിൽ പ്രതിയായി നിയമത്തിൽ നിന്ന് ഒളിച്ചോടി ഒടുവിൽ പോലീസ് കൈവിലങ്ങണിയിച്ച് കൊണ്ടുപോയ ഒരു വ്യക്തിയാണോ പാലക്കാടിന് ജനപ്രതിനിധിയായി വേണ്ടത്? രാഹുലിന്റെ ഈ അധമ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്ന ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതൃത്വവും പാലക്കാട്ടെ അമ്മമാരോടും സഹോദരിമാരോടും എന്ത് മറുപടിയാണ് പറയാനുള്ളത്? രാഷ്ട്രീയ മാന്യത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇത്തരക്കാർക്ക് വോട്ട് ചോദിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഇതിനെല്ലാം പുറമെയാണ് സിനിമാ താരങ്ങളെ ഇറക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കോൺഗ്രസിന്റെ പുതിയ നാടകം. രമേശ് പിഷാരടിയെ പോലെയുള്ളവരെ വെച്ച് തമാശ പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങളെ അപമാനിക്കലാണ്. ഇവിടെയാണ് ശോഭ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ വിപ്ലവകാരിയുടെ പ്രസക്തി. ആണുങ്ങൾ വാഴുന്ന രാഷ്ട്രീയ കേരളത്തിൽ ചങ്കൂറ്റത്തോടെ നിലപാടുകൾ പറഞ്ഞ് അഴിമതിയുടെയും മറ്റും കോട്ടകൾ തകർക്കാൻ ശോഭ കാണിക്കുന്ന ആ നിശ്ചയദാർഢ്യം മറ്റാർക്കുമില്ല. ശോഭ സുരേന്ദ്രൻ എന്നത് വെറും ഒരു സ്ഥാനാർത്ഥിയല്ല, മറിച്ച് പാലക്കാട്ടെ സ്ത്രീകളുടെയും യുവാക്കളുടെയും അഭിമാനത്തിന്റെ ശബ്ദമാണ്. എതിരാളികൾ എത്രയൊക്കെ ചെളിവാരി എറിഞ്ഞാലും ആ അഗ്നിശുദ്ധിക്ക് മുന്നിൽ അതൊക്കെ കരിഞ്ഞുപോകും. ശോഭ സുരേന്ദ്രന്റെ ഓരോ വാക്കിലും പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങളുണ്ട്. അവിടുത്തെ വ്യവസായങ്ങൾ വീണ്ടും ഉണരണമെന്ന ആഗ്രഹമുണ്ട്. നമ്മുടെ യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ ജോലി കിട്ടണമെന്ന ദൂരക്കാഴ്ചയുണ്ട്. ഇടതുപക്ഷമാകട്ടെ പാലക്കാട് നഗരസഭയിൽ BJP നടത്തുന്ന വികസനത്തെ പേടിച്ച് വിയർക്കുകയാണ്. കേന്ദ്രം നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിനും അവരുടെ ഹോട്ടൽ വ്യവസായി സ്ഥാനാർത്ഥിക്കും പാലക്കാട്ടെ സാധാരണക്കാരുടെ വേദന അറിയില്ല. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. പാലക്കാട് എന്ന് കേവലം ഒരു നിയമസഭാ മണ്ഡലമല്ല, മറിച്ച് കേരളം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നത് കേരളത്തിന്റെ ഭാവി വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാലക്കാട് വാർത്തകളിൽ നിറഞ്ഞത് വികസന നേട്ടങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് ജനപ്രതിനിധികളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കൊണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ എന്ന നേതാവ് പാലക്കാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങി ജയിച്ചതിനു ശേഷം വടകരയിലേക്ക് ചേക്കേറിയപ്പോൾ ആ ഒഴിവിലേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിന് നൽകിയത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളാണ്. ഒരു ജനപ്രതിനിധിക്ക് നേരെ ഉയരാൻ പാടില്ലാത്ത തരം ആക്ഷേപങ്ങളും നിയമ നടപടികളും രാഹുലിനെ പിന്തുടർന്നു. ഇതിനൊക്കെ പുറമെ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും രാഹുലിനെ കൈവിടേണ്ടി വന്നു എന്നത് ആ പാർട്ടിക്കുള്ളിലെ തന്നെ ജീർണതയെയാണ് കാണിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സിനിമാ താരങ്ങളെ ഇറക്കി തങ്ങളുടെ പാവക്കറകൾ കഴുകിക്കളയാൻ UDF ശ്രമിക്കുന്നത്. എന്നാൽ പാലക്കാട്ടെ വോട്ടർമാർക്ക് വേണ്ടത് സ്ക്രീനിലെ തമാശകളല്ല, മറിച്ച് തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കേന്ദ്ര പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു കരുത്തുറ്റ നേതൃത്വമാണ്. പാലക്കാട് നഗരസഭയിൽ BJP കാഴ്ചവെച്ച ഹാട്രിക് ഭരണം വെറും ഒരു രാഷ്ട്രീയ വിജയമല്ല, മറിച്ച് ജനങ്ങൾ വികസനത്തിന് നൽകിയ അംഗീകാരമാണ്. അമൃത് പദ്ധതിയിലൂടെയും മറ്റും നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ BJP ഭരണസമിതിക്ക് കഴിഞ്ഞു. ഈ വികസന മാതൃക മണ്ഡലം മുഴുവൻ വ്യാപിക്കാനാണ് ശോഭ സുരേന്ദ്രൻ ഇത്തവണ ലക്ഷ്യമിടുന്നത്. ശോഭ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അവർ കടന്നു ചെന്നിടത്തെല്ലാം BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. 2016 അവർ തുടങ്ങിവെച്ച ആ മുന്നേറ്റം ഇത്തവണ വിജയത്തിലെത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാലക്കാടിന്റെ ഭാവി ഇനി ശോഭയായിരിക്കുമോ? വികസനത്തിന് വോട്ട് നൽകി പാലക്കാട്ടുകാർ പുതിയ ചരിത്രം കുറിക്കുമോ? മോദി ഇഫക്റ്റ് വോട്ടെടുപ്പിൽ എന്ത് മാറ്റമുണ്ടാകും? ഇതിനെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് ഉത്തരം ലഭിക്കും. എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.